ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ മലയാളത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമായ ഉള്ളടക്ക രചനയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സബ് ടൈറ്റിലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 വീഡിയോ ആയിട്ടാണ് അത് അപ്ലോഡ് ചെയ്തത്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഉള്ളടക്ക രചന, വീഡിയോ സ്ക്രിപ്റ്റ്, പോഡ്കാസ്റ്റ്, ബ്ലോഗ്, ഇ ബുക്ക്, വൈറ്റ് പേപ്പർ, ലാൻഡിംഗ് പേജ്, സോഷ്യൽ മീഡിയ കോപ്പി, പ്രസ് റിലീസ്, ഉള്ളടക്ക രചനയുടെ പ്രാധാന്യം എന്നീ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും ജീവിക്കുന്ന ലോകം ഇൻ്റർനെറ്റും അതുവഴി പരസ്പര ബന്ധിതമായിട്ടുള്ള പല വിധത്തിലുള്ള ഉപകരണങ്ങളും ചേർന്ന് സാധ്യമാക്കുന്ന ഒരു ഡിജിറ്റൽ ലോകമാണ്. അതിലുള്ള വിവരങ്ങളുടെ ലോകത്തെ നമ്മുടെ കൈപ്പിടിയിലേക്ക് എത്തിക്കുന്ന ഡിജിറ്റൽ വലക്കണ്ണിയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ നെറ്റ്വർക്കുകളുടെ ഈ ആഗോള ശൃംഖലയെ സൈബർ സ്പേസ് എന്ന് വിളിക്കാം. ഡോക്ടറുടെ സേവനം തേടുന്നതിനും ബാങ്ക് ഇടപാട് നടത്തുന്നതിനും യാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിനും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിന്നിടത്ത് തന്നെ നിന്ന് ചെയ്യാൻ കഴിയുന്ന വിധം ലോകം നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ചുരുങ്ങിയിരിക്കുന്നു. വീട്ടുമുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ വിദേശത്തെയോ വിദൂരദേശത്തെയോ സർവകലാശാലയിൽ വിദ്യാർത്ഥിയായി മാറാനും ഭൂമിയുടെ മറ്റേ അർദ്ധഗോളത്തിലുള്ള വ്ളോഗർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി വീഡിയോ ലൈവ് വഴി കാണാനും എത്രയോ എവിടെയോ ഉള്ള സുഹൃത്തുക്കളോടൊപ്പം ഓൺലൈൻ ഗെയിമിൽ പങ്കാളികളാവാനുമുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിലൂടെ ആ ഉപകരണങ്ങൾ നമ്മുടെ ഇത്തിരി ലോകത്തെ വലിയ സാധ്യതകളിലേക്കാണ് എത്തിക്കുന്നത്. ഉള്ളടക്ക രചനയിൽ ആദ്യം തന്നെ സൈബർ ലോകത്തെക്കുറിച്ച് പറയാം. സൈബർ ലോകം നിരവധി കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ ലോകമാണ്. ലോകത്തിന് മുന്നിൽ സൈബർ സ്പേസ് എന്ന സങ്കല്പം അവതരിപ്പിച്ചത് അമേരിക്കൻ സാഹിത്യകാരനായ വില്യം ഗിബ്സൺ ആണ്. ലോകത്തെ ഇണക്കുന്ന ഒരു കണ്ണിയായി ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. ബ്ലോഗും ക്ലബ് ഹൗസും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും വാട്സാപ്പും ടെലഗ്രാമും എല്ലാം പല പ്ലാറ്റ്ഫോമുകളിൽ പല ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സൈബർ മാധ്യമങ്ങളാണ്. കമ്പ്യൂട്ടറിൻ്റെ സാന്നിധ്യം തൊഴിലവസരങ്ങൾ കുറയ്ക്കും എന്നു ഭയന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ വന്നതോടുകൂടി ആ ഒരു പ്രശ്നം മാറിക്കിട്ടി. ഇപ്പോൾ നിർമ്മിത ബുദ്ധിയാണ് നമ്മുടെ വെല്ലുവിളി ഉയർത്തുന്നത്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ബുദ്ധി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രോഗ്രാമുകളും അതനുസരിച്ചുള്ള ഉപകരണങ്ങളും അനുദിനം വികസിച്ചുകൊണ്ടുവരികയാണ്. ഭാഷ പ്രകാശിപ്പിക്കാൻ നന്നായി സാധിക്കുന്നവർക്ക് മുന്നിൽ വിപുലമായ തൊഴിൽ സാധ്യതകളാണ് ഇൻ്റർനെറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഉള്ളടക്ക രചന. കണ്ടന്റ് എഴുത്ത്, കണ്ടന്റ് രചന, കണ്ടന്റ് ക്രിയേഷൻ എന്നീ പേരുകളിലൊക്കെ ഉള്ളടക്ക രചന അറിയപ്പെടുന്നു. എന്താണ് ഉള്ളടക്ക രചന? ഡിജിറ്റൽ ഫോർമാറ്റിൽ ഉള്ളടക്കം തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഉള്ളടക്ക രചന എന്ന് അറിയപ്പെടുന്നത്. എല്ലാ ഉള്ളടക്കവും ഉള്ളടക്ക രചന എന്ന സങ്കല്പത്തിൽ വരുന്നില്ല. മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങൾ മുൻനിർത്തി തയ്യാറാക്കുന്ന കണ്ടന്റിനെയാണ് പൊതുവെ ഉള്ളടക്ക രചന എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇ-കൊമേഴ്സ് വ്യാപകമായതോടുകൂടി അതിനെ സഹായിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഉള്ളടക്ക രചനയുടെ വികാസം വന്നിരിക്കുന്നത്. അനുവാചകരുമായി ബന്ധം സ്ഥാപിക്കുകയും അവരുടെ വിശ്വാസം സമ്പാദിക്കുകയുമാണ് ഉള്ളടക്ക രചയിതാവിൻ്റെ കടമ. ലക്ഷ്യം നിറവേറണമെങ്കിൽ ഉള്ളടക്കം ആകർഷണീയമായേ പറ്റൂ. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വീഡിയോ സ്ക്രിപ്റ്റുകൾ, ഇ ബുക്കുകൾ, വൈറ്റ് പേപ്പറുകൾ, പ്രസ് റിലീസ്, ഉൽപ്പന്ന വിവരണങ്ങൾ, ലാൻഡിംഗ് പേജ്, സോഷ്യൽ മീഡിയ കോപ്പി, പോഡ്കാസ്റ്റ് തുടങ്ങിയവയെല്ലാം ഉള്ളടക്കത്തിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഉള്ളടക്ക രചനയുടെ ഭാഗമായ വീഡിയോ സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. പലതരം വീഡിയോകൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വെബ്സൈറ്റ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ കൈമാറാറുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, യാത്ര, സിനിമ, സ്പോർട്സ്, സംഗീതം തുടങ്ങിയിട്ട് നീണ്ടു പോകുന്ന വിഷയ വൈവിധ്യം ഈ വീഡിയോകൾക്കുണ്ട്. വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളിൽ യൂട്യൂബാണ് ഇന്ന് മുൻനിരയിൽ നിൽക്കുന്നത്. ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ച് ആർക്കും അത് പ്രാപ്യമാണ്. അധികം പണച്ചെലവില്ല. ഇഷ്ടാനുസരണമുള്ള ഉള്ളടക്കം ലഭ്യമാണ്. ഇതെല്ലാം യൂട്യൂബിൻ്റെ ജനപ്രിയതയ്ക്ക് അടിസ്ഥാനമാണ്. യൂട്യൂബ് ചാനൽ ഒരാളുടെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ പോലെയാണെന്ന് പറയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ടെലിഗ്രാം ഇവയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതത് ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വീഡിയോ കാണാൻ കഴിയൂ എന്നത് ഒരു പരിമിതിയാണ്. അടുത്താണ് പോഡ്കാസ്റ്റ്. ഇൻ്റർനെറ്റിലൂടെ പരമ്പര രൂപത്തിൽ ലഭ്യമാക്കപ്പെടുന്ന ഓഡിയോ ഫയലുകളുടെ കൂട്ടമാണിത്. വ്യക്തികളുടെ സ്വന്തമായ റേഡിയോ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ആദ്യകാലത്ത് വിനോദമായിരുന്നു പോഡ്കാസ്റ്റിലെ പ്രധാന പരിപാടി.
ആശയപ്രചരണങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ, വിദൂര വിദ്യാഭ്യാസം, വാർത്താവിനിമയം ഇവയ്ക്കെല്ലാം ഇപ്പോൾ പോഡ്കാസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതാണ് ബ്ലോഗ്. അച്ചടിശാലയുടെയോ പ്രസാധകരുടെയോ ഇടനിലയില്ലാതെ നമുക്ക് മനസ്സിൽ തോന്നുന്നത് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു ആത്മപ്രകാശനത്തിൻ്റെ പുതിയ മാധ്യമത്തിൻ്റെ ഇടമാണ് ബ്ലോഗ്. പേഴ്സണൽ ഓൺലൈൻ പബ്ലിഷിംഗ് വഴി പുറത്തുവരുന്ന ഡിജിറ്റൽ പുസ്തകം. വെബ്സൈറ്റുകളെ പോലെ ഹോം പേജും തുടർ പേജുകളും ആ ഒരു തരത്തിലല്ല ബ്ലോഗിൽ എഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു പേജിൽ തന്നെ എല്ലാ വിവരങ്ങളും എഴുതപ്പെട്ടിരിക്കും. പുതിയ എൻട്രികൾ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പഴയവ തൊട്ട് താഴെയോ വശങ്ങളിൽ ലിങ്കുകളുടെ രൂപത്തിലോ ആണ് ലഭ്യമാവുക. ബ്ലോഗ് സേവനം നൽകുന്ന ഏതെങ്കിലും സൈറ്റിൽ അക്കൗണ്ട് തുറക്കുക എന്നതാണ് ആദ്യ ഘട്ടം. ബ്ലോഗ് തുടങ്ങുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സൈറ്റിൽ തന്നെ ലഭ്യമാണ്. അടുത്തതാണ് ഇ ബുക്ക്. ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇ ബുക്ക്. ഇലക്ട്രോണിക് ബുക്ക് എന്നതിൻ്റെ ചുരുക്കെഴുത്ത്. കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, ഇ ബുക്ക് റീഡർ ഇവയൊക്കെ ഉപയോഗിച്ചാണ് ഇത് വായിക്കുക. ഉള്ളടക്കത്തിനനുസരിച്ച് പാംലെറ്റുകൾ, ബ്രോഷറുകൾ, ഗൈഡുകൾ തുടങ്ങി പല ഫോർമാറ്റുകളിൽ പല വലുപ്പത്തിൽ ഇവ തയ്യാറാക്കപ്പെടുന്നു. പൊതുവെ ദൈർഘ്യമേറിയ പരസ്യങ്ങൾ, ഉൽപ്പന്ന വിവരങ്ങൾ, സേവനങ്ങളുടെ വിശദാംശങ്ങൾ എന്നിവ വിതരണം ചെയ്യാനാണ് ഇ ബുക്ക് ഉപയോഗിക്കുന്നത്. ഉള്ളടക്ക രചനയുടെ അടുത്ത ഭാഗം വൈറ്റ് പേപ്പർ. കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമോ സേവനമോ വാങ്ങാൻ ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുന്നതിനാണ് വൈറ്റ് പേപ്പറുകൾ എഴുതുന്നത്. ആധികാരികവും ഗവേഷണ സ്വഭാവമുള്ളതുമായ രേഖയാണ് വൈറ്റ് പേപ്പർ. ബ്ലോഗുകളും സ്റ്റഡീസും പോലുള്ള മറ്റ് തരത്തിലുള്ള ഉള്ളടക്കങ്ങളെ അപേക്ഷിച്ച് വൈറ്റ് പേപ്പറുകൾ കൂടുതൽ സാങ്കേതികവും ആഴത്തിലുള്ളതുമാണ്. ഇതൊരു സേവനത്തെയോ ഉൽപ്പന്നത്തെയോ പറ്റിയുള്ള വിവരങ്ങൾ, വിദഗ്ധരുടെ വിശകലനങ്ങൾ, സ്ഥിതിവിവരണ കണക്കുകൾ, നിരീക്ഷണങ്ങൾ എന്നിവ ഉപഭോക്താവിന് നൽകുന്നു. ബ്രാൻഡ് അവബോധം വർദ്ധിപ്പിക്കുന്നതിനും പ്രേക്ഷകരെ ബോധവൽക്കരിക്കുന്നതിനും വിശ്വാസ്യത വളർത്തുന്നതിനുമാണ് വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്നത്. അടുത്ത ഭാഗമാണ് ലാൻഡിംഗ് പേജ്. ഒരു വെബ്സൈറ്റിലേക്ക് ഉപയോക്താക്കളെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ പേജാണ് ലാൻഡിംഗ് പേജ്. സാധാരണയായി ഇത് ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജാണ്. വെബ്സൈറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഈ ലാൻഡ് പേജിൽ നൽകുക. അടുത്ത വിഭാഗം സോഷ്യൽ മീഡിയ കോപ്പി. പ്രേക്ഷകരുമായി ഇടപഴകാനോ വിവരങ്ങൾ അറിയിക്കാനോ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കായി സൃഷ്ടിച്ച രേഖാമൂലമുള്ള ഉള്ളടക്കമാണ് സോഷ്യൽ മീഡിയ കോപ്പി. ടെക്സ്റ്റ് അധിഷ്ഠിത പോസ്റ്റുകൾ, അടിക്കുറിപ്പുകൾ, ഹാഷ്ടാഗുകൾ, ഇമോജികൾ എന്നിവ ഈ ഉള്ളടക്കത്തിൻ്റെ ഭാഗമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉള്ളടക്കത്തിൻ്റെ സ്വഭാവവും മാറും. ഉള്ളടക്ക രചനയുടെ അവസാനത്തെ ഘടകം പ്രസ് റിലീസ്. പൊതുജനങ്ങളെ അറിയിക്കാൻ സഹായകമായ വിധത്തിൽ വാർത്താമാധ്യമങ്ങളിലെ റിപ്പോർട്ടർക്ക് വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടി തയ്യാറാക്കുന്ന ഔദ്യോഗിക കുറിപ്പാണ് പ്രസ് റിലീസ്. ചിലപ്പോൾ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിക്കുന്നതിനും ഒരു പ്രഖ്യാപനം നടത്തുന്നതിനും ഈ പ്രസ് റിലീസ് ഉപയോഗിക്കും. വാർത്തയുടെ പ്രാഥമിക സ്രോതസ്സാണ് പ്രസ് റിലീസുകൾ. പത്രക്കുറിപ്പിന് പരമ്പരാഗതമായി തലക്കെട്ട്, തീയതി, ആമുഖം, വാർത്താശരീരം, ഉപസംഹാരം എന്നിവയെല്ലാം ഉണ്ടാവാറുണ്ട്. അടുത്തതായി ഉള്ളടക്ക രചനയുടെ ഘട്ടങ്ങളാണ്. 3 ഘട്ടങ്ങളാണുള്ളത്: എഴുത്ത്, തിരുത്ത്, പ്രസിദ്ധീകരണം. എഴുത്ത് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ അഭിരുചിയും ആവശ്യവും അനുസരിച്ച് സ്വതന്ത്രവും അർത്ഥവത്തുമായിട്ടുള്ള ഉള്ളടക്കം തയ്യാറാക്കുന്ന പ്രക്രിയയാണ്. രണ്ടാമത്തെ ഘട്ടം തിരുത്താണ്. എഴുതിയ ഉള്ളടക്കത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കി കൂടുതൽ ആകർഷകവും കൃത്യവും ലക്ഷ്യസാധ്യവുമായി മാറ്റുന്ന പ്രക്രിയ. മൂന്നാമത്തത് പ്രസിദ്ധീകരണം. തയ്യാറാക്കിയ ഉള്ളടക്കം വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഉള്ളടക്ക രചനയുടെ പ്രാധാന്യമാണ്. മാർക്കറ്റിംഗ് മേഖലയിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന സർഗാത്മക ഇടപെടലാണ് ഉള്ളടക്ക രചന. പുതിയ ബ്രാൻഡുകളുടെ അവതരണത്തിനും നിലവിലുള്ളവയുടെ പ്രോത്സാഹനത്തിനും വേണ്ടി തയ്യാറാക്കുന്ന പരസ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഇല്ലേ? അത് ഉപഭോക്താവിനെ ഉൽപ്പന്നത്തെക്കുറിച്ച് അറിയിക്കുക മാത്രമല്ല, ആ പരസ്യവാക്യം ചെയ്യുന്നത് അയാളുടെ ഉള്ളിൽ ആ ഉൽപ്പന്നത്തെ ആഴത്തിൽ അടയാളപ്പെടുത്തുക കൂടിയാണ്. ഉദാഹരണമായിട്ട് മിൽമ പാലിൻ്റെ ആ ഒരു പരസ്യവാക്യം എന്ന് പറയുന്നത് കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നതാണ്. അപ്പോൾ ഇതൊന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മലയാളിയുടെ ശീലങ്ങളെ സ്പർശിക്കുന്ന ഒരു പരസ്യവാക്യമാണ് ഇത്. കണി കാണുക, പാലൊഴിച്ച ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുക എന്നീ ശീലങ്ങളെ അത് ഒറ്റ വാക്യം കൊണ്ട് ബന്ധിപ്പിക്കുകയാണ്. നല്ല കണി നന്മ കൊണ്ടുവരും എന്ന വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നു. മിൽമയുടെ പാല് നന്മയുടെ കണിയായി വായിക്കപ്പെടുന്നു. ഉൽപ്പന്നത്തിൻ്റെ വിശ്വാസ്യതയുടെ പ്രഖ്യാപനമാണ് ഈ വാക്യമെന്ന് പറയുന്നത്.
ഇതോടുകൂടി നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒന്നെങ്കിൽ എസ്സേ, അതായത് ഉള്ളടക്ക രചന എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഭാഗങ്ങൾ എന്താണെന്നുള്ളൊരു എസ്സേ, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ രചന എന്താണ്, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഈ ബുക്ക് എന്താണ്, അല്ലെങ്കിൽ ബ്ലോഗ് എന്താണ്, അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ അതനുസരിച്ച് തന്നെ എല്ലാവരും എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെക്കൻഡ് സെമ്മിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ കോൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾ വീഡിയോസ്, നോട്ട്സ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.